എല്ലാവർക്കും സ്വാഗതം. ഈ റിവ്യൂ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ഇവന്മാരെല്ലാം കൂടി കാണിച്ച ക്രൂരത ബാലേന്ദ്രനോട് പോലീസുകാരൻ വിശദീകരിക്കുന്നുണ്ട്. കുടിക്കാനുള്ള വെള്ളത്തിൽ മയങ്ങാനുള്ള മരുന്ന് കലക്കി കൊടുത്ത് പാതി ചത്ത നിലയിലാക്കിയിട്ടാണ് ഇവന്മാർ പ്രതികരിക്കാൻ മേലാത്ത രീതിയിലാക്കിയിട്ടാണ് ഇവന്മാർ ഈ ക്രൂരത മൊത്തം ചെയ്തത് എന്നെല്ലാം പറഞ്ഞതിന് ശേഷം ആകെ സങ്കടമാണ് രോഹിത് കിടന്ന കരച്ചിലാട്ടോ. അപ്പോൾ രോഹിത്തിനോട് ആ പോലീസുകാരൻ പറയുന്നുണ്ട്, ആ പെങ്കൊച്ചിന് 18 വയസ്സ് തികഞ്ഞിട്ടില്ലെങ്കിൽ നിനക്കൊന്നും ജാമ്യം പോലും കിട്ടില്ല എന്ന്. ഇത്രയും പറഞ്ഞു കഴിയുമ്പോഴേക്കും ഹരിയേനെയും മറ്റവന്മാരെയും ഇങ്ങനെ അകത്തോട്ട് കൂട്ടിക്കൊണ്ട് വരും. അന്നേരം ഹരി ഇങ്ങനെ മറിഞ്ഞ് നിൽക്കുക കേട്ടോ, പുറകിലോട്ട് ഇങ്ങനെ ഒതുങ്ങി നിൽക്കുവാണ്. ബാലേന്ദ്രനൊന്നും കാണണ്ട എന്ന് കരുതിയായിരിക്കും. അന്നേരം പോലീസുകാരൻ പിടിച്ച് ഫ്രണ്ടിലോട്ട് കയറ്റി നിർത്തും. എന്നിട്ട് പറയുന്നുണ്ട്, ഇവനാണ് ഇതിൻ്റെ അകത്തെ മാസ്റ്റർ ബ്രെയിൻ, കള്ള കാമുകൻ എന്ന് പറഞ്ഞ് ഹരിയെ കയറ്റി നിർത്തി കാണിച്ചു കൊടുക്കുന്നുണ്ട്. ഹരി അന്നേരം ഒരു ചെറിയൊരു ചമ്മലൊക്കെ വരുന്നുണ്ട് കേട്ടോ അവന്. എന്തായാലും കാര്യങ്ങളെല്ലാം പറഞ്ഞതിന് ശേഷം പോലീസുകാർ ഇവരെയും കൂട്ടി അങ്ങ് പോവുകയാണ്. അന്നേരം രോഹിത് ഭയങ്കരമായിട്ട് കരയുന്നുണ്ട്. എന്നെ കൊണ്ടുപോകലെന്ന് പറ, ഞാൻ തെറ്റൊന്നും ചെയ്തിട്ടില്ല എന്നൊക്കെ പറഞ്ഞ് ഭയങ്കരമായിട്ട് കരയുന്നു. ഇത് കണ്ട് ബാലേന്ദ്രനും ആകെ വിഷമാവുന്നുണ്ട്. പക്ഷേ എന്ത് ചെയ്യാം, അവനെ കൊണ്ടുപോകരുത് എന്ന് ബാലേന്ദ്രന് പറയാൻ പറ്റത്തില്ലല്ലോ. പുറകെ ഓടി ഇറങ്ങി വരുന്നുണ്ട് അലീനയും കൃഷ്ണമോളും. അവർക്കും സങ്കടമായി. വണ്ടി കയറിയതിന് ശേഷവും രോഹിത് ഇരുന്ന് ഭയങ്കര കരച്ചിലാട്ടോ. അവൻ എങ്ങലടിച്ച് വാവിട്ട് കരയുന്നുണ്ട്. മറ്റവന്മാരെല്ലാം കൂളായിട്ടിരിക്കുവാണ്. ഏതായാലും പോലീസുകാരെ ഇവരെയും കൊണ്ടങ്ങ് പോകുന്നു. പോയതിന് ശേഷം അലീനയും കൃഷ്ണമോളോട് അകത്തോട്ട് കയറി ചെല്ലുമ്പോൾ കാണുന്നത് ആകെ നെഞ്ചുവേന വന്ന് തളർന്ന് വീഴാൻ പോകുന്ന ബാലേന്ദ്രനെയാണ്. ഓടി വന്ന് പിടിക്കുമോ, എന്നിട്ട് എന്താ പറ്റിയത്, നെഞ്ചിന് വേദനയുണ്ടോ, എന്താ പറ്റിയെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ബാലേന്ദ്രന് തീരെ വയ്യ എന്ന് അലീനയ്ക്ക് മനസ്സിലായി. അലീനെ പെട്ടെന്ന് അവിടെ സോഫയിലേക്ക് കൊണ്ടേ ബാലേന്ദ്രനെ ഇരുത്തും. അത് കഴിഞ്ഞ് ഓടി ബാലേന്ദ്രൻ്റെ റൂമിലേക്ക് പോവുകയാണ്. ഹോസ്പിറ്റലിൽ ചീട്ടോ അല്ലെങ്കിൽ അങ്ങനെയുള്ള എന്തെങ്കിലും സാധനം എടുക്കാനായിരിക്കും ആംബുലൻസ് വിളിക്കണ്ടേ. പെട്ടെന്ന് അത് തപ്പി എടുത്തുകൊണ്ട് വരുവാണ്. കയറി പോകുമ്പോഴൊക്കെ സ്റ്റെയർ കേസിൽ വീഴുന്നുണ്ട് ടെൻഷൻ കാരണം. അത് കഴിഞ്ഞ് ഒരുവിധം റൂമിൽ ചെന്ന് അത് തപ്പിയെടുത്ത് ഇറങ്ങി വരുന്നു. ആംബുലൻസ് വിളിക്കുന്നു. ആംബുലൻസ് മുറ്റത്തേക്ക് എത്തുന്നതും കാണിക്കുന്നുണ്ട്. ഇതൊക്കെ പ്രമോ ആയിട്ട് കാണിച്ചതാണ്. നമ്മുടെ എപ്പിസോഡ് എത്തിയിട്ടില്ല. എപ്പിസോഡ് വരുമ്പോൾ നമുക്ക് ഇനിയും കാണാം.